ഹായ് നമസ്കാരം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാല് ഒരു 37.5 സെന്റ് സ്ഥലവും അതിനകത്ത് ഈ കാണുന്ന 1070 സ്ക്വയർ ഫീറ്റില് 3 ബെഡ്റൂം ഒക്കെ ഉള്ള ഒരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നമ്മളെ ചാനൽ ഉൾപ്പെടുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥലം പ്രോപ്പർട്ടി എന്തെങ്കിലും പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണാൻ ഞങ്ങളുടെ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു വീടിന്റെ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ അതാണ് നമ്മളെ ആ ടാറിംഗ് റോഡ് കേട്ടോ. അപ്പൊ അവിടുന്ന് ജസ്റ്റ് 2 മിനിറ്റ് നടന്നെത്തിയാൽ നമ്മളെ പ്ലോട്ട് എത്തിട്ടോ. അപ്പൊ വണ്ടികളൊക്കെ ഏത് വേണേലും വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ സ്ഥലത്തിന്റെ അതിര് നമുക്ക് ഇവിടുന്ന് തുടങ്ങണം കേട്ടോ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കിടക്കുകയാണ് നമ്മളെ സ്ഥലം. മൊത്തം 37 സെന്റ് സ്ഥലമാണ് വരുന്നത്. ഇപ്പൊ നമ്മളെ വീട് നമ്മളെ പറമ്പിനകത്തുള്ള വീട് നമുക്ക് അവിടെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് സ്ഥലം ഇങ്ങനെ എന്താ പറയാ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് സ്ഥലം കുറെ ഇങ്ങോട്ട് കിടക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് വീടൊക്കെ വെച്ച് എക്സ്ട്രാ വേറെ വീടൊക്കെ വെക്കാനും ഒക്കെ പറ്റുകയും ചെയ്യും അല്ലെ. അതിനൊക്കെ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ്. പിന്നെ അതാക്കുന്ന കറണ്ടിന്റെ കണക്ഷനൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്രണ്ട് തന്നെ ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. പിന്നെ നമ്മളെ ഈ ഒരു സൈഡിലോട്ട് നമ്മളെ പ്ലോട്ടിന്റെ ബാക്കി ബാലൻസ് ഭാഗം കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ബോർവെലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആ ബോർവെലും ഈ ഒരു സൈഡിലുള്ള അതിരും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ആയിക്കോട്ടെ. ഇത് നമ്മളെ പ്ലോട്ടിൽ തന്നെ കേട്ടോ. ഈ ഒരു കുറച്ച് ഭാഗം ഈ കവുങ്ങ് നിൽക്കുന്ന വേറെ, അപ്പുറത്തോട്ട് വേറെ, ബാക്കി ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് ഇവിടെ മുകളിലോട്ടാണ് നമ്മളെ പ്ലോട്ട് കിടക്കുന്നത്. പിന്നെ അപ്പുറത്ത് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലെ. കറണ്ടിന്റെ കണക്ഷൻ ഇതാ പോകുന്നുണ്ട്. പിന്നെ ഫുള്ള് കൃഷി സ്ഥലങ്ങളാട്ടോ. കുറെ കവുങ്ങും തൈയെല്ലാം നട്ടു പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം കണ്ടില്ലേ, വാഴ എല്ലാം നട്ടിട്ടുണ്ട്. നല്ലൊരു കൃഷി സ്ഥലമായിട്ട് തന്നെ നോക്കി കൊണ്ടിടക്കണതാണ് കേട്ടോ. ഇവിടെയൊക്കെ നോക്കിയാൽ ഫുള്ള് കവുങ്ങും തൈയൊക്കെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലേ. നല്ലൊരു ഏരിയ ആണ്. എത്തിപ്പെടാൻ സൗകര്യമാണ്. പിന്നെ നമുക്ക് തളിപ്പറ മറ്റേ ഇവിടുന്ന് പയ്യന്നൂരിന്ന് വരാണ്. പയ്യന്നൂരിന്നൊക്കെ 26 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം ഫുള്ള് ഇതേപോലെ കല്ല് കെട്ടിയിട്ടുണ്ട് അല്ലെ. കയ്യാല കെട്ടി തിരിച്ചിട്ടുണ്ട്. മൊത്തം ഇതേപോലെ കയ്യാല കെട്ടി തിരിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ണൂരിന്നൊക്കെ വരാണെങ്കിൽ ഒരു 46 കിലോമീറ്റർ ദൂരേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ പ്ലോട്ടിന്റെ താഴെ ഭാഗത്ത് ഇവിടെയാണ് ഇപ്പൊ ഉള്ളത് കേട്ടോ. സ്റ്റാർട്ടിങ്ങില് നോക്കി ബോർവെല്ല് ഫുൾ ടൈം വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമ്മളെ പറമ്പിനകത്ത് 2 ബോർവെല്ലുണ്ട്. ഒന്ന് ഇതാണ്, പിന്നെ മറ്റേ ഒന്ന് വീടിന്റെ അടുത്താണ് ഉള്ളത്. അപ്പൊ ഇതിനകത്ത് ഫുൾ ടൈം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പറമ്പ് ഇനിയിപ്പോ വേനൽക്ക് നനയ്ക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇഷ്ടംപോലെ വെള്ളം എല്ലാം കിട്ടണാണ്. പിന്നെ നമ്മളെ പറമ്പിന്റെ താഴെ ഭാഗത്ത് അതിരെന്ന് പറഞ്ഞാൽ കുറച്ച് അവിടെ നിന്നാണ് വരുന്നത് കേട്ടോ. ആ വലിയൊരു കിണറുണ്ട് അവിടെ. ആ കിണറിന്റെ തൊട്ടിപ്പുറത്ത് ഇങ്ങോട്ടാണ് വരുന്ന സ്ഥലം. അതൊക്കെ നല്ല വെള്ളമുള്ള കിണറ്റിലൊക്കെ ഇഷ്ടം പോലെ വെള്ളമാണ്. വേറെ ആളെ സ്ഥലത്തിനകത്ത് പറമ്പിനകത്തുള്ള കിണറാണ് കേട്ടോ. ഇതിനകത്തുള്ള അങ്ങോട്ടൊക്കെ വീടുകളുണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ ഒരുപാട് വീടുകളുണ്ട്. അടുത്ത് ചുറ്റുപാട് നമ്മളെ ഒരു പറമ്പിന്റെ ചുറ്റുപാടിന് ഇഷ്ടംപോലെ വീടുകളുണ്ട്. ആൾതാമസമൊക്കെ ഒരുപാടുള്ള ഏരിയ തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് അവിടെ പോയിട്ട് വീടും പരിസരം കാണിക്കണ്ടേ? അതെ, പോയി നോക്കാം നമുക്ക്. പിന്നെ ഇനിയിപ്പോ നിങ്ങൾ ഈ ഒരു പ്ലോട്ട് എടുത്തൊക്കെ കഴിഞ്ഞാല് നിങ്ങൾക്ക് അടുത്ത് എന്താ പറയാ വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടാവും. പിള്ളേരൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞേക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഓലയമ്പാട് എത്തിക്കഴിഞ്ഞാൽ അവിടെ LP സ്കൂൾ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വെള്ളോറൊക്കെ എത്തിക്കഴിഞ്ഞാൽ 3.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വെള്ളോറൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. പിന്നെ നമ്മള് വീടിന്റെ അടുത്തേക്ക് എത്തിട്ടോ. ഇത് വീട്ടിലോട്ട് നടന്ന് കയറുന്ന വഴിയാണ്. സ്റ്റെപ്പൊക്കെ ആയിട്ട് ഈ കാണുന്നതാണ് വീട്. പിന്നെ നമുക്ക് വണ്ടികൾ കൊണ്ട് ചെല്ലാൻ അതിലാണ് വഴിയുള്ളത്. വണ്ടി കയറി ചെല്ലുന്ന വഴി അവിടെയാണുള്ളത്. അതുപോലെ തന്നെ ഇനിയിപ്പോ ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ മാതമംഗലത്തേക്ക് ഒരു 7 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലെല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ആയിട്ടുള്ളവർക്കൊക്കെ ഞായറാഴ്ച ദിവസം പള്ളിയിലൊക്കെ പോകേണ്ടി വരും. അപ്പൊ അവർക്ക് കാര്യപ്പള്ളി എന്ന സ്ഥലത്ത് ക്രിസ്ത്യൻ പള്ളി എല്ലാം വരുന്നുണ്ട് കേട്ടോ. കാര്യപ്പള്ളിയിലോട്ട് ഏകദേശം ഒരു 3 കിലോമീറ്റർ മാത്രമാണ് ദൂരം എന്ന് പറഞ്ഞാൽ നമ്മളെ വീടിന്റെ ഫ്രണ്ട് തന്നെ അതാണ് ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. കറണ്ടൊക്കെ ഇപ്പൊ നിലവിലുണ്ട്. പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ വേറെ കറണ്ടിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ താഴെ ഭാഗത്തേക്ക് വരുള്ളൂ. അവിടെ വേറെ പ്ലോട്ടുകളൊക്കെ ആയിട്ട് കൊടുക്കാന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് കറണ്ടിന്റെ കണക്ഷൻ എടുക്കാനുള്ള പോസ്റ്റ് നേരത്തെ കാണിച്ചു തന്നില്ലേ. പിന്നെ നമുക്ക് അമ്പലം ഉള്ളതെന്ന് പറഞ്ഞാല് നമുക്ക് മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രം 2.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓലയമ്പാടിയിലാണ് പിന്നെ അമ്പലം കാര്യങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് ഈ ഒരു പ്ലോട്ടിന്റെ ഇവിടുത്തെ ഒരു ഹെൻഡ് കാണിച്ചു കൊടുക്കാം അല്ലെ. എന്നിട്ട് നമുക്ക് വീട് കാണിച്ചു കൊടുക്കാം. ഇതാണ് വീട്ടിലേക്ക് വണ്ടി കൊണ്ട് കയറി ചെല്ലണ വഴി ഇതാട്ടോ. വണ്ടിയൊക്കെ ഏത് വേണമെങ്കിലും കയറി ഒന്ന് നേരെ മിറ്റം വരെ ചെല്ലണ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഫ്രണ്ടേജ് അതിന്റെ എൻഡ് കാണിച്ചുതരാം. അപ്പൊ ഇവിടം വരെയാണ് നമുക്ക് സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് എൻഡ് വരുന്നത് കേട്ടോ. ഈ കല്ല് വെച്ച പറഞ്ഞ അങ്ങോട്ടാണ് വരുന്നത്. ഏകദേശം വ്യൂ എന്ന് പറഞ്ഞാല്. പിന്നെ വേറെ കാര്യം പറയാനുള്ള വെച്ചാൽ ഇവർക്ക് ഒരു 83 സെന്റ് സ്ഥലം വേറെ മുകളിലായിട്ട് കിടക്കുന്നുണ്ട്. കുറച്ച് റബ്ബർ തോട്ടൊക്കെ ആയിട്ടുള്ള സ്ഥലം. അതിനകത്ത് അതിന് ഏകദേശം ഒരു 23 സെന്റിനാണ്
പേപ്പറുള്ളത്. ബാക്കിയുള്ളത് ഒരു 10-17 വർഷമായിട്ട് നികുതി അടച്ചു പോരുന്ന സ്ഥലമാണ്. അതും കൊടുക്കാനുള്ളത് തന്നെയാണ് കേട്ടോ. അതും ഇതിൻ്റെ ഒപ്പം വേണമെന്നുണ്ടെങ്കിൽ അതും കൊടുക്കുകയും ചെയ്യും. ഇനി നമുക്ക് വീട് പോവാം അല്ലേ? വീട് പോയി കാണാം നമുക്ക്, വീടിന്റെ സൗകര്യമൊക്കെ. പിന്നെ നമുക്ക് മുസ്ലിം പള്ളി ഇവിടെ അടുത്തുണ്ട് എന്നല്ല പറഞ്ഞത്. തിരുവാമ്പയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ മുസ്ലിം പള്ളിയൊക്കെ ഉണ്ട് അല്ലേ? അതെ. വീടൊന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. ഇനി വീടൊക്കെ ഒന്ന് പോയിട്ട് കാണാം നമുക്ക് കേട്ടോ. നമ്മളെ വണ്ടി ഇതാണ് ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് കണ്ടല്ലേ, വീടിന്റെ ഫ്രണ്ട് എന്നുള്ള ഒരു ഇതാണ് ഇപ്പൊ കാണുന്നത്. എനിക്ക് നല്ല എന്താ പറയാ, നല്ല നീറ്റ് ആയിട്ടുള്ള വീടാണ് കേട്ടോ. പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ചെളി പിടിച്ചതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞതോ വിള്ളലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വേറെ തന്നെ കണ്ടാൽ അറിയല്ലോ. നല്ലൊരു വീട് തന്നെയാണ്. നമുക്ക് വീടിന്റെ സൗകര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് കാണാം നമുക്ക്. വാ. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ തന്നെ വീടിന്റെ മിറ്റം കണ്ടില്ല, ഫുള്ള് ചുറ്റുഭാഗം കളമെല്ലാം കെട്ടിയിട്ട് ഇതുപോലെ എന്താ പറയാ വെട്ടുകല്ല് വെച്ചിട്ട് മിറ്റൊക്കെ നല്ല നീറ്റായിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ചുറ്റുഭാഗം ഇങ്ങനെ കളമെല്ലാം കെട്ടിയിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടില് ഡ്രസ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് കയറി വരുന്ന, നടന്ന് കയറി വരുന്ന വഴിയാണ് ഈ കാണട്ടോ. നേരത്തെ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തന്നില്ലേ, ഫ്രണ്ടേജ് അതിലൊക്കെ കാണിച്ചു തന്നപ്പോ. അപ്പൊ ഇതാ വഴിയാണ്. ഇവിടുന്ന് അങ്ങോട്ട് നല്ല കാഴ്ചയുള്ള സ്ഥലമാണ്. പിന്നെ നമ്മളെ വീടിന്റെ സിറ്റ് ഔട്ട് ഉണ്ടല്ലേ, ഓപ്പൺ സിറ്റ് ഔട്ട് ആണ്. സിറ്റ് ഔട്ടിന്റെ ഒക്കെ സൈഡിൽ ഇതുപോലെ എന്താ പറയാ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു സൈഡില് അല്ലേ ഫുള്ള് അടച്ചുറപ്പാക്കിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് സിറ്റ് ഔട്ടിൽ നിന്ന് അങ്ങോട്ട് ആ ഒരു ഭാഗത്തോട്ടല്ല നല്ല ഫ്രണ്ട് നല്ല വ്യൂ കിട്ടുന്ന തന്നെയാണ് കേട്ടോ. സിറ്റ് ഔട്ടിൽ ഇരുന്നാൽ തന്നെ അല്ലേ, നല്ലൊരു കാഴ്ചയുള്ള നല്ലൊരു സ്ഥലം, നല്ല കാറ്റും തണുപ്പൊക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് വീടിന്റെ അകത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണണ്ടേ? അപ്പൊ ഞാൻ ഒന്ന് കാണിച്ചു കൊടുക്കാം. നമ്മള് സിറ്റ് ഔട്ടിലോട്ട് കയറി വരുമ്പോ കണ്ടില്ലേ, നിലൊക്കെ ഫുള്ള് ടൈൽസ് ഒക്കെ ഇട്ട് ബ്ലാക്ക് കളറിലുള്ള ടൈൽസ് ആണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ ഫ്രണ്ട് ഡോറൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോ, ഫ്രണ്ട് ഡോറും ജനല് വാതില് കട്ടിൽ അതൊക്കെ മരത്തിന്റെയാണ് കേട്ടോ. നല്ല എന്താ സിമ്പിൾ ഡിസൈനിലായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഡോറും കട്ടിലയും കാര്യങ്ങളൊക്കെയാണ്. ഫ്രണ്ടിലോട്ടൊരു 3 കള്ളി ജനലെല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് അകത്തോട്ട് പോയിട്ട് നോക്കാം കേട്ടോ. ഹാളിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം. ബാങ്ക് കൊടുക്കുന്നുണ്ട്. പള്ളി ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ, മുസ്ലിം പള്ളി. നല്ല സൗണ്ട് കേൾക്കാം. ബാങ്ക് കൊടുക്കുന്ന സൗണ്ട് ഒക്കെ നമുക്ക് ഇവിടെ തന്നെ കേൾക്കാം. മദ്രസും ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. പിള്ളേരെ രാവിലെ മദ്രസക്കൊക്കെ പറഞ്ഞേക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചു ദൂരം പോയാൽ മതി. അപ്പൊ നമുക്ക് അകത്തോട്ട് ഹാളിലോട്ട് പോയിട്ട് കാണട്ടോ. വാ. ഹാളൊക്കെ നല്ല സൗകര്യമുള്ള വലിയ ഹാളും കാര്യങ്ങളൊക്കെയാണ്. നോക്കിയ ഹാളിൽ തന്നെ നല്ല ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നിലൊക്കെ കണ്ടില്ലേ, നല്ലൊരു കളറിലുള്ള ടൈലും കാര്യങ്ങളൊക്കെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് ഒരു 3 കള്ളി ജനലുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ടും ഉണ്ട് ഒരു 3 കള്ളി ജനല്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഹാളാണ് കേട്ടോ. വീടിന്റെ അകത്തുനിന്ന് തന്നെ ഫ്രണ്ടിലോട്ടുള്ള ഒരു വ്യൂ ഒന്ന് നോക്കി, നല്ല പുറത്തോട്ട് നല്ല കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇങ്ങോട്ട് വരാണെങ്കിൽ നമുക്ക് ഹാളിൽ നോക്കിയാൽ റൂഫൊന്നും എവിടെ ഒരു ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ നീറ്റായിട്ട് കിടക്കുന്ന വീടാണ് കേട്ടോ. ഈ ഒരു സൈഡിൽ ഒരു ആർച്ച് പോലെ നല്ല സ്റ്റൈലായിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു എന്താ പറയാ വേറെ എക്സ്ട്രാ ഒരു ഹാള് പോലെ തന്നെയാണ് ഈ ഒരു ഭാഗത്തോട്ട് നമുക്കുള്ളത്. പിന്നെ നമ്മളെ ഡൈനിങ് ഹാളൊക്കെ ആയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡൈനിങ് ടേബിൾ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഡൈനിങ് ഏരിയ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് അങ്ങനെ സെറ്റ് ചെയ്യാം. പിന്നെ നമ്മളെ വീടിന് മൊത്തം 3 റൂം വരുന്നുണ്ട്. ഒരു റൂം ഈ ഭാഗത്താണ് വരുന്നത്. അതുപോലെ രണ്ടാമത്തെ റൂം ഈ സൈഡിലോട്ടും ആണ് വരുന്നത്. മൂന്നാമത്തെ റൂം പിന്നെ നമുക്ക് ഇതിന്റെ അപ്പുറത്തോട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി റൂമുകളൊക്കെ ഓരോന്നായിട്ട് കാണാം. ഇനിപ്പാ ആദ്യത്തെ റൂം കാണാം. അപ്പൊ റൂമിലോട്ട് പോകുന്ന വഴി തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്താണ് പൂജാമുറി എല്ലാം ഉള്ളത്. ഇത് കണ്ടില്ലേ, വിളക്കെല്ലാം കത്തിക്കാനും ഒക്കെ നല്ലൊരു പൂജാമുറി എല്ലാം ഉണ്ട്. ഇനി നമ്മള് ഈ ഒരു സൈഡില് ഹാളിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റെയർ കേസും വരുന്നുണ്ട് അല്ലേ? മേലെ റൂമൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ. അപ്പൊ നമുക്ക് റൂമുകൾ ഓരോന്നായിട്ട് കാണാം. ഇതാണ് ആദ്യത്തെ റൂം. റൂമൊക്കെ നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ്. വലിയ റൂമുകൾ തന്നെയാണ് കേട്ടോ. ഇടുങ്ങി കെട്ടിയ ചെറിയ ചെറിയ റൂമുകളൊന്നുമില്ല. അത്യാവശ്യം വലിയ വലിയ റൂമുകൾ തന്നെയാണ്. നല്ല സൗകര്യമുള്ള റൂമുകൾ. ടൈലൊക്കെ നല്ല വൃത്തി, നല്ല ഭംഗിയുള്ള ഒരു ടൈലല്ലേ, നല്ല രസമുള്ള കളറ്, മാച്ച് ചെയ്യുന്ന ഒരു കളറ്. പിന്നെ റാക്ക് എല്ലാം ഉണ്ട്, സാധനങ്ങളെല്ലാം എടുത്ത് വെക്കാനുള്ള റാക്ക് എല്ലാം ഉണ്ട്. റൂഫൊക്കെ നോക്കിക്കോളി, റൂഫിനൊന്നും ഒരു ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ല. വളരെ നീറ്റ് ആയിട്ടുള്ള വീട് തന്നെയാണ്. പിന്നെ ഈ സൈഡിലേക്ക് ഒരു 3 കള്ളി ജനലുണ്ട്. ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ തന്നെ അകത്തോട്ട് നല്ല രീതിക്ക് വെളിച്ചെല്ലാം കിടക്കും. ഈ സൈഡിലേക്ക് ഉണ്ട് ഒരു 3 കള്ളി ജനല്. അപ്പൊ ഇതാണ് നമ്മളെ ആദ്യത്തെ റൂം കേട്ടോ. ഇനി നമുക്ക് അടുത്ത് രണ്ടാമത്തെ റൂം ഒന്ന് കാണാം. പാ. ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്താ പറയാ ഒരു വാഷിംഗ് ഏരിയ ഒക്കെ ആയിട്ട് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ റൂം കാണിച്ചു തരാം. നോക്കിക്കേ, റൂമുകളൊക്കെ വളരെ നീറ്റ് ആയിട്ടുള്ള റൂമുകൾ. ഒന്ന് നോക്കിക്കേ, നല്ല സൗകര്യമുള്ള വലിയ റൂമുകളാട്ടോ. എല്ലാ റൂമും വലിയ റൂം തന്നെയാണ്. കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തേക്ക് ഒരു 3 കള്ളി ജനലുണ്ട്. ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല വെളിച്ചം കിട്ടും. നില കണ്ട് നല്ല രസമുള്ള കളറിലൊരു ടൈല്. എല്ലാ റൂമിലും ഇതുപോലെ റാക്കെല്ലാം ഉണ്ട് കേട്ടോ, സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ. പിന്നെ ഇവിടെ ഒരു ഷെൽഫ് എല്ലാം ഉണ്ട്, തുണി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ളത്.
അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയൊരു റൂമിലെ നല്ല നീറ്റ് ആയിട്ടുള്ള റൂമുകളൊക്കെയാണ്. അപ്പൊ നമ്മള് 2 റൂമും കണ്ടു കഴിഞ്ഞിട്ടോ നല്ല സൗകര്യമുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നോക്കി നമ്മള് വീടിന്റെ ഈ ഓരോ റൂമിന്റെ ജനല് അതിലെല്ലാം ഇതൊക്കെ ഫുള്ള് മരത്തിന്റെ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടില്ല നല്ല മരത്തിലാണ് ഡോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഇനി ഇതാ ഇങ്ങോട്ട് പോവാ 3ാമത്തെ റൂം കാണാം. ഇതാണ് 3ാമത്തെ റൂം. ഇത് മറ്റേ 2 റൂമിനെക്കഴിഞ്ഞും കുറച്ചുകൂടി വലിയ റൂമാണ്. ഈ റൂമിൽ ഇപ്പൊ ഇവര് 2 കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ മൊത്തത്തിലൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. നല്ല നീറ്റ് ആയിട്ടുള്ള റൂമാണ്. റൂഫൊക്കെ കണ്ടല്ലേ, എവിടെ ഒരു വിള്ളലോ മറ്റേ ഒന്നുമില്ല, ഒരു എന്താ പറയാ ഒരു എന്തായിട്ടും കിടക്കുന്നത് നല്ല നീറ്റ് ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. റൂമിന്റെ എല്ലാത്തിന്റെ ടൈല് ഇതേ കളറിലുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത്, ഒരേ ഡിസൈനില്. പിന്നെ ഇതാ ഷെൽഫ് എല്ലാം ഉണ്ട് ഈ ഭാഗത്ത്, അതുപോലെ റാക്ക് ഉണ്ട്. പിന്നെ ഈ റൂമിന് നമുക്ക് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഉണ്ട് കേട്ടോ. ബാത്റൂം ആണെങ്കിലും നല്ല സൗകര്യമുള്ള ബാത്റൂം ഒക്കെയാണ്. അപ്പൊ നമ്മള് റൂമുകൾ 3ഉം കണ്ടു കഴിഞ്ഞില്ലേ, നല്ല സൗകര്യമുള്ള വീടിലേട്ടായേ. അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ഒതുങ്ങിയ ഒരു ഭാഗത്ത് അതെ, എവിടെയും ചെളിയോ പൊടിയോ ഒന്നുമില്ല, വളരെ നീറ്റായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വീട്. ഇനി ഇങ്ങോട്ട് അടുക്കള കാണിച്ചുതരാം. അടുക്കള കണ്ടില്ലേ, വലിയ അടുക്കളയാണ്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയ അടുക്കളയാണ്. നല്ല പാചകവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗ്യാസ് സ്റ്റവ് എല്ലാം വെക്കാനുള്ള പാചകം എല്ലാം ഉണ്ട്. ഇത് കണ്ടില്ലേ. പിന്നെ പാത്രം കഴുകാനുള്ള സൗകര്യം ഉണ്ട്. ഈ ഭാഗത്തേക്ക് ഒരു 4 കള്ളി ജനലെല്ലാം ഉണ്ട്. പുറത്തോട്ടുള്ള എന്താ പറയാ, ഇടയ്ക്ക് ഓരോ കാറ്റും പൊളിച്ചൊക്കെ തട്ടും ചെയ്യൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഇത് കണ്ടില്ലേ റേക്കെല്ലാം ഉണ്ട്. അതുപോലെ ഷെൽഫ് ഉണ്ട്, പൊടികളോ സാധനങ്ങളോ ഒക്കെ എടുത്ത് വെക്കാന്. എല്ലാം അതേപോലത്തെ നല്ല നല്ല വാതിലും കാര്യങ്ങളൊക്കെയാണ് നല്ല പോളിഷ് ചെയ്ത് എല്ലാം നല്ല നീറ്റ് ആയിട്ടുണ്ട്. പിന്നെ മേലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക്. പിന്നെ അടുക്കളേന്റെ നില ടൈൽസ് വേറെ കളറാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ, വേറെ ഡിസൈൻ വേറെ കളർ, ഒക്കെ നല്ല മാച്ചിങ് ആയിട്ടുള്ളതിലാണ് ടൈലൊക്കെ ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ വിറകടുപ്പുണ്ട്. വിറകടുപ്പ് ഇനി പുറത്തൊന്നും എക്സ്ട്രാ വേറെ ഉണ്ടാക്കേണ്ട ഒന്നും. അതുപോലെ തന്നെ നമുക്ക് ഇതാ ഈ ഭിത്തിയിലെല്ലാം ഫുള്ള് ടൈൽസ് എല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. ചെളിയും ഒക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ തുടച്ച് വൃത്തിയാക്കി എടുക്കാനൊക്കെ സുഖമാണ്. ഇവിടെ ഒരു ചെറിയൊരു റാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പാത്രം സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു പാതകം ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഉണ്ട് തട്ടുകൾ ലെയറായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വിറകടുപ്പിന്റെ ചോട്ടിൽ തന്നെ വിറകെല്ലാം വെക്കാനുള്ള ആ ഒരു സ്റ്റോറേജ് സ്പേസ് അവിടെ ഉണ്ട്. പിന്നെ നമ്മള് ഇങ്ങോട്ട് വരികയാണെങ്കിൽ വർക്ക് ഏരിയ ആണേ. വർക്ക് ഏരിയ ആണെങ്കിലും നല്ല സൗകര്യം ഉണ്ട്. ചുറ്റുഭാഗം ഇതേപോലെ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് അടച്ചുറപ്പാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമുക്ക് അരകല്ലൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ ഇപ്പൊ അവര് നിലവിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ അമ്മിക്കല്ല്. അപ്പം പാത്രം കഴുകാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. പുറത്തുനിന്ന് പാത്രം കഴുകണമെങ്കിൽ അതിനും പറ്റും. പിന്നെ ഇവിടെ നമുക്കൊരു ബാത്റൂം ഉണ്ട്, കോമൺ ബാത്റൂം. അതുപോലെ തന്നെ ഈ ഒരു സൈഡില് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റും കൂടി ഉണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ട് പുറത്തോട്ട് വരികയാണെങ്കിൽ വീടിന്റെ ബാക്ക് സൈഡിൽ ഈ ഒരു ഭാഗത്തോട്ട് നമ്മൾ വരികയാണെങ്കിൽ ഇവിടെ മിറ്റെല്ലാം ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് നല്ല നീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇടയ്ക്ക് കഴുകി തുടച്ച് വൃത്തിയാക്കൊക്കെ ചെയ്യാം. നല്ല രീതിക്ക് തന്നെ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ കളമെല്ലാം കെട്ടിയിട്ടുണ്ട് ഈ സൈഡിലൊക്കെ കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതൊരു വിറക് വരാണ്. നമുക്ക് വിറക് സാധനങ്ങളൊക്കെ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള വിറക് വരാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു വാഷിംഗ് മെഷീനൊക്കെ വേണമെങ്കിൽ വെക്കാം. അതുപോലെ ഇവരിപ്പോ നിലവിൽ വാഷിംഗ് മെഷീൻ എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വേണമെങ്കിൽ വെക്കാനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വെള്ളത്തിന്റെ സൗകര്യത്തിന് 2ാമത്തെ ബോർവെല്ലാണിത്. നമ്മൾ ഫസ്റ്റിലൊരു ബോർവെല്ല് കാണിച്ചു തന്നില്ലേ പ്ലോട്ടിന്റെ ഫസ്റ്റ് തന്നെ. അപ്പൊ ഇത് 2ാമത്തെ ബോർവെല്ലാണ് കേട്ടോ. വെള്ളമൊക്കെ ഇഷ്ടം പോലെയാണ്. ഇതാണ് ഇപ്പൊ നമ്മളെ വീടിന്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ കേട്ടോ. എല്ലാം നല്ല നീറ്റ് ആയിട്ട് നോക്കി കൊണ്ടുനടക്കുന്ന ഒരു വീട് തന്നെയാണ് അല്ലേ. പിന്നെ ഇവിടെ ഡ്രസ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇവിടെ തുണിയെല്ലാം വിരിക്കാം, അതിനൊക്കെ പറ്റും. അതുപോലെ ഈ സൈഡില് അലക്കാനുള്ള കല്ലും ഒക്കെ ആക്കിയിട്ടുണ്ട്, അലക്കലെല്ലാം ആക്കിയിട്ടുണ്ട് ഈ സൈഡില്. തൊട്ടടുത്ത് തന്നെ പിന്നെ തൊട്ടടുത്ത് തന്നെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. അയൽവാസികളായിട്ട് ഒരുപാട് വീടുകളുണ്ട്. അങ്ങോട്ടൊക്കെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നല്ലൊരു വ്യൂ ഉണ്ട് ചേട്ടായേ, നല്ലൊരു കാഴ്ചയുള്ള സ്ഥലം. പിന്നെ ഈ കാണുന്നത് പുകപ്പരയാണ്, റബ്ബർ ഷീറ്റ് പുകരുന്ന പുകപ്പരയാണ്. ഇവർക്ക് കുറച്ച് റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഷീറ്റ് പുകരുന്ന പുകപ്പരയാണ് കേട്ടോ. ഏകദേശം ഒരു 100-300 ഷീറ്റിന് മേലെ പുകടായിരിക്കും അതില്. അതെ. അപ്പൊ വീടിന്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള ഒരു സൗകര്യങ്ങളാണ് ഇപ്പൊ ഇത്ര ഉള്ളത് കേട്ടോ. ഇനി നമുക്ക് ബാക്കി കാണാനുള്ളത് പറഞ്ഞാൽ പറമ്പിനകത്തോട്ട് പോയിട്ട് ബാക്കി തെങ്ങും സംഭവങ്ങളൊക്കെ കുറച്ച് കാണാനുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം നമുക്ക്. അപ്പൊ നമ്മൾ പുറത്തോട്ട് വരുമ്പോ നമ്മളിങ്ങോട്ട് നോക്കിയാൽ നല്ല കായ്ക്കണ തെങ്ങ്, ഇതേപോലെ നല്ല കായ പിടിക്കണ തെങ്ങ് ഒരു 10-11ഓളം തെങ്ങുണ്ട് നമ്മളെ ഈ ഒരു പറമ്പിനകത്ത് കേട്ടോ.
പിന്നെ ഇതാ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഒരു സൈഡിലോട്ട് വന്ന് നോക്കി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നല്ല ഒരു എന്താ പറയാ ആത്തച്ചക്ക അല്ലേ നമ്മളെ ഫ്രൂട്ട്സ് ഐറ്റംസ്. അപ്പൊ ആത്തച്ചക്കേന്റെ മരമാണ് ഈ കാണുന്നത് കേട്ടോ. വീട്ടില് പിള്ളേരെ കണ്ട പിള്ളേർക്കെല്ലാം കൊടുക്കാനൊക്കെ ഫ്രൂട്ട്സ് ആയിട്ട് ഇതാ ആത്തച്ചക്കേന്റെ മരം ഉണ്ട്, അതുപോലെ പേരൊക്കെ ഉണ്ട്. ഇങ്ങനെ അത്യാവശ്യം നല്ല എന്താ പറയാ ഫ്രൂട്ട്സ് ഐറ്റംസിന്റെ തൈകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു സൈഡിലോട്ട് വരുമ്പോഴേക്ക് ഫുള്ള് കൃഷിത്തോട്ടമാണ്, വാഴയും സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു കൃഷിസ്ഥലമായിട്ട് നോക്കി കൊണ്ടുനടക്കുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. നോക്കി തെങ്ങൊക്കെ നല്ല ചെന്തെങ്ങ് കണ്ടോ, നല്ല കായ പിടിച്ചേക്കണത്. തെങ്ങൊക്കെ നല്ല കായ പിടിക്കുന്ന തെങ്ങാണ് കേട്ടോ. പറമ്പൊക്കെ എപ്പോഴും നല്ല രീതിക്ക് കാടെല്ലാം വെട്ടി നല്ല നീറ്റായിട്ട് നോക്കി കൊണ്ടു നടക്കുന്ന ഒരു പറമ്പ് തന്നെയാണ്. എല്ലായിടത്തോട്ടും നനയ്ക്കാനും ഒക്കെ ഉള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളമൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നു. അപ്പൊ നിലവിൽ 2 ബോർവെലുണ്ട്, 2ലും വെള്ളമുണ്ട്. പിന്നെ പോരാത്തതിന് ഇവിടെ ജലനിധിന്റെ പൈപ്പിന്റെ കണക്ഷൻ ഉണ്ട്, അതിനകത്തുനിന്നും വെള്ളം കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്ലാവ് ഉണ്ട് വീട്ടില്, ചക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. കണ്ടില്ലേ പ്ലാവ് നല്ല കായ പിടിക്കുന്നതാണ്. ആ പിന്നെ അതേ കൂടെ കുരുമുളകെല്ലാം പിടിപ്പിച്ചാണ്ടോ. കുരുമുളകും വീട്ടിലെ ആവശ്യത്തിനുള്ള കുരുമുളകെല്ലാം അത് അങ്ങനെയും കിട്ടും നമുക്ക്. ഇഷ്ടംപോലെ കുരുമുളകെല്ലാം കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇവരുടെ തന്നെ ഒരു 83 സെന്റ് സ്ഥലം ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അതൊന്ന് പോയിട്ട് അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലെ? പോയി നോക്കാം നമുക്ക്. അപ്പൊ നമ്മളിപ്പോ നമ്മളെ വീടിരിക്കുന്ന സ്ഥലം മൊത്തം 37 സെന്റ് സ്ഥലമാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോ അവരുടെ തന്നെ ബാക്കി കുറച്ച് ബാലൻസ് ഭാഗം ഒരു 83 സെന്റ് സ്ഥലം കൂടി ഉണ്ട്. ഇതാ ഈ കാണുന്നതാണ് സ്ഥലം. വാഹനങ്ങൾ ഏത് വേണേലും വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാറും ജീപ്പും ഒക്കെ വരുന്നതാണ്. ഇതാണ് സ്ഥലം. മൊത്തം 83 സെന്റ് സ്ഥലമാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഫുള്ള് റബ്ബറാണ് കേട്ടോ. ഇതാക്കണ ഇതിന്റെ അതിര് റബ്ബറിനാണ് വരുന്നത്. ഈ പ്ലാവ് ഈ ഒരു ലൈൻ ഇങ്ങനെ ഈ പ്ലാവ് നിൽക്കുന്നത് നേരെ ഇപ്പുറത്തേക്കാണ് നമ്മളെ പ്ലോട്ട് വരുന്നത്. ഇങ്ങോട്ടാണ് നമ്മളെ പ്ലോട്ട് കിടക്കുന്നത്. ഇതാണ് ഇതേപോലത്തെ മരങ്ങൾ ഏകദേശം ഒരു 115ഓളം റബ്ബറുകൾ ഉണ്ട് കേട്ടോ. അതേപോലത്തെ നല്ല അത്യാവശ്യം നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള മരങ്ങളാണ്. റബ്ബറൊന്നും ടാപ്പിംഗ് ആക്കി നശിപ്പിച്ചിട്ടില്ല, അധികം ടാപ്പിംഗ് ആക്കിയിട്ടില്ല. അതെത്ര മാത്രം ടാപ്പിംഗ് ആക്കിയിട്ടുള്ളതാ 1 2 കൊല്ലം അല്ലേ? ആകെ 2 പ്രാവശ്യം ടാപ്പിംഗ് ആക്കിയിട്ടുള്ളൂ. 105 ഇനത്തിൽപ്പെട്ട മരങ്ങളാണ് എല്ലാം. ഒക്കെ വലിയ കുഴപ്പമില്ലാത്ത നല്ല നല്ല മരങ്ങളാണ് കേട്ടോ. പിന്നെ പ്ലാറ്റോറും കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആയി കിടക്കുന്ന പ്ലാറ്റോറൊക്കെയാണ്. ടാപ്പിംഗ് ആക്കിക്കൊണ്ട് ഇറക്കാനും പാലെടുത്തോണ്ട് ഇറക്കാനൊക്കെ സുഖമാണ് കേട്ടോ. പിന്നെ വേറെ കാര്യം പറഞ്ഞു വെച്ചാൽ ഈ ഒരു സ്ഥലത്തിന് 21 സെന്റ് സ്ഥലത്തിനാണ് ആധാരമുള്ളത്, പേപ്പറുള്ളത്. ബാക്കിയുള്ള സ്ഥലത്തിന് ഇവര് 15-20 വർഷത്തിനായിട്ട് നികുതി അടച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ അപ്പൊ ഇത് നോക്കിയാൽ നല്ല വണ്ണമുള്ള മരങ്ങൾ കേട്ടോ. റബ്ബറൊക്കെ നല്ല 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 മരങ്ങളൊക്കെ നല്ല വണ്ണവും കാര്യമുണ്ട്. ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള മരങ്ങളാട്ടോ. നല്ല രീതിക്ക് കാടെല്ലാം കൊത്തി വളമെല്ലാം ഇട്ട് നോക്കുന്ന പറമ്പാണ്. കുഴപ്പമില്ലാത്തൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു പ്രദേശത്തുള്ള നല്ലൊരു കിടിലം പ്ലോട്ട് തന്നെയാണ് അല്ലേ? ഈ ഒരു ഏരിയയിൽ വീടൊക്കെ എടുത്ത് താമസിക്കാനും അതുപോലെ തന്നെ ചെറിയ ഇതേപോലെ സ്ഥലങ്ങളൊക്കെ വേണമെന്നുള്ള ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ സ്ഥലം തന്നെയാണ് അല്ലേ? എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. വണ്ടി ഏത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് വരാനുള്ള വഴി സൗകര്യം ഉണ്ട്. ഇനിയിപ്പോ പാല് കൊടുക്കണ കമ്പനിക്ക് ഇത് പാല് കൊടുക്കാന്നുണ്ടെങ്കിൽ അവർക്കാണെങ്കിലും ഡ്രമ്മൊക്കെ ഇറക്കാനാണെങ്കിലും ഒക്കെ എന്താ പറയാ വണ്ടിയെല്ലാം വരാൻ സൗകര്യം ഉണ്ട്. പിന്നെ നമുക്ക് പുകപ്പര നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ട് അല്ലേ? വീട്ടിലുണ്ട്. അത്രയൊക്കെയാണ് നമ്മളെ ഈ ഒരു സ്ഥലത്തിന്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ കേട്ടോ. അതെ. അപ്പൊ നമ്മളെ സ്ഥലം വരുന്ന കണ്ണൂർ ജില്ലയിൽ പെരുവാമ്പ എന്ന സ്ഥലത്താണ് നമ്മളെ പ്ലോട്ട് വരുന്നത്. അങ്ങോട്ട് എത്തേണ്ട ലാൻഡ്മാർക്ക് പറഞ്ഞത് ഈ സഹൃദയ ക്ലബ്ബാണ്. ഇതിന്റെ അടുത്താണ്, ഇതിന്റെ തൊട്ടടുത്താണ് നമ്മളെ പ്ലോട്ട് വരുന്നത്. ഈ കാണുന്ന റോഡിനാണ് പോകേണ്ടത്, ഈ സൈഡിൽ കൂടെ ഉള്ള റോഡിനാണ് പോകേണ്ടത്. പിന്നെ ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കേട്ടോ. ഈ റോഡ് വരുന്ന നമുക്ക് മാതമംഗലം പയ്യന്നൂരൊക്കെ പോണ റൂട്ടാണ്. മാതമംഗലത്തിന് ഒരു 7 കിലോമീറ്റർ പോലെ, പയ്യന്നൂരിനൊക്കെ ഒരു 26 കിലോമീറ്റർ ദൂരമുള്ളത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാര്യപ്പള്ളി, വെള്ളോറ, കക്കറ പോണ റൂട്ടാണ്. വെള്ളോറക്കൊക്കെ ഒരു 3.5 കിലോമീറ്റർ ദൂരമാണുള്ളത്. പിന്നെ നമ്മളെ സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്ന നമുക്ക് എരമം കുറ്റൂർ പഞ്ചായത്താണ്. വില്ലേജ് വരുന്നത് കുറ്റൂരാണ് കേട്ടോ. അപ്പൊ നമുക്ക് പോകേണ്ടത് ഇതാ ഈ കാണുന്ന വഴിക്കാണ് പോകേണ്ടത്. നമ്മളെ പ്ലോട്ട് അവിടെയാണുള്ളത്. പിന്നെ ഈ റോഡ് വരുന്ന ബസ് റൂട്ട് ഉള്ളതാണ്. ഇപ്പൊ നിലവിൽ ബസ് ഇല്ല, റോഡ് പണി നടക്കണതാണ്. ബസ് റൂട്ട് ഉള്ള റോഡാണ് കേട്ടോ. അപ്പൊ എങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നു വിശ്വസിക്കുന്നു. സ്ഥലം വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ പെരുവാമ്പ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്റെ വിലയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ ഓണറുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് ഓണറുമായിട്ട് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. 2 പ്ലോട്ടായിട്ട് കിടക്കുന്ന സ്ഥലം കേട്ടോ. മൊത്തം ഈ ഒരു വീടും സ്ഥലം 37.5 സെന്റ് സ്ഥലവും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട 83 സെന്റ് സ്ഥലം വേറെയാണ്. ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നോക്കിയിട്ടൊന്നതിനനുസരിച്ച് ഓണറായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അറിവിൽ നിങ്ങളുടെ ഈ ഒരു ഏരിയയിൽ ആരെങ്കിലും ഇതേപോലെ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും നമ്മളെ കണ്ണൂർ ജില്ലയിലോ കാസർഗോഡ് ജില്ലയിൽ വിൽക്കാനുണ്ടെങ്കിൽ ഇതേപോലെ യൂട്യൂബ് ചാനൽ വഴി പരസ്യമൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം കിടക്കാച്ചി പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.